ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് ബേസിക് ആയിട്ട് ഓരോ യൂണിറ്റുകൾ, ഫോഴ്സ്, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ്, ഇങ്ങനെയുള്ളവയുടെ യൂണിറ്റുകൾ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ഇപ്പൊ ഫോഴ്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റ്സുകളും അവയുടെ ഡയമെൻഷൻസ്, അത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ മോഷൻ, അതായത് ഒരു ഒബ്ജക്ട് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ 3 ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ചാപ്റ്റർ ആണ്. അതും നിങ്ങൾക്ക് അസൈൻമെന്റ് ആണ്. മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻസ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ 10th ക്ലാസ്സിൽ 10ാം ക്ലാസ് വരെ ഇതില് ഫിസിക്സ് സബ്ജക്ട് പഠിച്ചവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും. അപ്പോ അതിൽ തന്നെ പഠിച്ച 9th-ലോ അല്ലെങ്കിൽ 10th-ലോ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ന്യൂട്ടന്റെ 3 ലോസുകളാണ് ആദ്യമായിട്ട് നമുക്ക് ഇതിൽ വരുന്ന ഭാഗം. നിങ്ങൾ 8-ലും 9-ലും 10-ലുമായിട്ട് പഠിച്ച ഭാഗങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ചാപ്റ്റർ നിങ്ങൾ പ്ലസ് 2-ൽ വരിക. അപ്പോ ഫസ്റ്റ് എന്താണ് ലോസ് ഓഫ് മോഷൻ? ചലന സമവാക്യങ്ങൾ എന്നൊക്കെ, ചലന നിയമങ്ങൾ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന അതിന്റെ വെലോസിറ്റികൾ എത്ര ദൂരം പോവും എന്നതിനൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ലോസുകളാണ് ന്യൂട്ടന്റെ 3 ലോസ് ഓഫ് മോഷൻസ്, 3 ലോസ് ഓഫ് മോഷൻസ്. അപ്പോൾ അതിന്റെ ഏറ്റവും ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് ഒരു ഒബ്ജക്റ്റിന്റെ മാസ്? മാസ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഒരു വെയിറ്റ് ആണ്, ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് വെയിറ്റ്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ചോക്കനെ പിടിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പേന ഉണ്ട്. ഈ പേന എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതിനെ എർത്ത് താഴേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊരു മാസ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിനെ താഴേക്ക് എർത്ത് അട്രാക്ട് ചെയ്യുമ്പോൾ ഇതിനൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ വിട്ട് കഴിഞ്ഞാൽ താഴേക്ക് പോകുന്നത്. അപ്പോ ഇതിനൊരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ്, താഴേക്ക് എർത്ത് പിടിച്ച് വലിക്കുന്ന ഈ ഒരു ഫോഴ്സ് ആണ് ഇതിന്റെ വെയിറ്റ്. മാസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോ എല്ലാ മാസ് ഉള്ള ഒബ്ജക്റ്റുകൾക്കും ഇനേർഷ്യ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നിങ്ങൾ മലയാളം മീഡിയത്തിൽ ജഡത്വം എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക, 9th-ലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ എന്താണ് ജഡത്വം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇനേർഷ്യ, നമുക്ക് പ്ലസ് ഇനേർഷ്യ എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത്. പിന്നീട് ലോസ് ഓഫ് മോഷനിലേക്ക് കയറിയിട്ട് അങ്ങനെ ഓരോ ടൈപ്പ് കോഴ്സ് പഠിച്ചിട്ട് ഫ്രിക്ഷനും കഴിഞ്ഞിട്ട് ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും മാത്തമാറ്റിക്കൽ സെക്ഷൻസ് വരുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ ഇക്വേഷനെ പ്രൂവ് ചെയ്തിട്ട് ഇക്വേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നുള്ള ടോപ്പിക്കിൽ നിന്നും MVയുടെ ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ രണ്ട് പാർട്ടാക്കിയിട്ട് തിരിക്കുകയാണെങ്കിൽ പ്രോബ്ലംസിൽ 2 സെക്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകൾ ഉള്ള ഏരിയ. അപ്പോ ഫസ്റ്റ് എന്താണ് ഇനേർഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കോയിന് ഞാനൊരു ഗ്ലാസിന് മുകളിൽ വെക്കുകയാണ്. ഒരു ഗ്ലാസിന് മുകളിൽ ഒരു കോയിൻ വെച്ചു. എന്നിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? താഴേക്ക് വീഴും. ഒരു ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനോ റെസ്റ്റിനെയോ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ടു ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ബൈ ഇറ്റ്സെൽഫ്. സ്വന്തമായിട്ട് ഇപ്പൊ ഇതിൽ ഇപ്പൊ ഒരാൾ പേര് ഞാൻ വിളിക്കാണ് ഫഹീമായം, ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരു പേര് വിളിക്കാണ് ഫഹീമായം. ഈ ഫഹീമ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെ? ബസ്സിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ബസ്സിന്റെ ഉള്ളിൽ നിൽക്കുകയാണ് ആര്? ഫഹീമ. അവിടെ പിടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യും, പെട്ടെന്ന് എടുക്കുകയും ചെയ്തു. ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട്, വണ്ടി മുന്നോട്ട് പോകലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഫഹീം എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാക്കിലേക്ക് വീണിട്ടുണ്ടാവും. ഇല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കിയാ. ഫഹീം അവിടെ അങ്ങനെ നിൽക്കുന്നു, സംസാരിച്ചിരിക്കണം, പിടിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് പെട്ടെന്ന് വണ്ടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവൾ എന്ത് ചെയ്യും? ബാക്കിലേക്ക് വീഴും. ഇല്ലേ? ഉറപ്പല്ലേ? അപ്പോ അങ്ങനെ ബാക്കിലേക്ക് വീണത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇനേർഷ്യയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവും. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അവൾക്ക് അവിടെ നിന്നും മുന്നോട്ടേക്ക് ബസ്സിന്റെ കൂടെ പോകാനുള്ള കഴിവില്ല. അവൾ എവിടെങ്കിലും പിടിച്ചിരുന്നെങ്കിൽ ആ പിടിച്ച ഒരു ബസ്സിന്റെ ഭാഗം കൊണ്ട് മുന്നോട്ട് പോയേനെ. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല?
അവൾക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിവില്ല. അപ്പൊ ബസ് മുന്നോട്ട് എടുത്തപ്പോൾ അവള് ബാക്കിലേക്ക് നേരെ ഓപ്പോസിറ്റിലേക്ക് വീഴാണ് ഉണ്ടായത്. അത് എന്തുകൊണ്ടാണ്? ഫഹീമക്ക് സ്വന്തമായിട്ട് ഒരു ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ റെസ്റ്റിനെ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് ഒരു ഒബ്ജക്റ്റിനും ഇല്ല എന്നുള്ളതാണ് ഇനർഷ്യ എന്ന ടോപ്പിക്കിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടത്. ഇനിയിപ്പോ സുമയ്യ എന്ത് ചെയ്യാണ്? ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഡ്രൈവർ ബസ് എടുത്ത് മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്നതിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 10 മീറ്റർ പെർ സെക്കൻഡിൽ വണ്ടി എന്ത് ചെയ്യാണ്? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സുമയ്യ എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് അവിടെ അങ്ങനെ ചാരി നിൽക്കുകയാണ്. വലിയ കണക്ഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയാണ് സ്പീഡ്? 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ് ചെയ്തതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ബസ് ബ്രേക്ക് പിടിച്ചു. ബസ് എന്ത് ചെയ്ത്? പെട്ടെന്ന് സഡൻ ആയിട്ട് ബ്രേക്ക് പിടിച്ചു. അപ്പൊ എന്ത് ചെയ്യും? അവള് മുന്നോട്ടേക്ക് വീഴും. ഉറപ്പല്ലേ? സുമയ്യ എന്ത് ചെയ്തിട്ടുണ്ടാവും? മുന്നോട്ടേക്ക് വീണിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് വീണത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് ഇനർഷ്യ. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വന്തമായിട്ട് ആ ഒരു മോഷനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവില്ല. അവൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 10 മീറ്റർ പെർ സെക്കൻഡിൽ ബസ് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഉള്ളിലുള്ള ആളുകളും എന്ത് ചെയ്യും? കൂട്ടത്തില് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് സ്വന്തമായിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി, സ്റ്റോപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകും. ബസ് നിന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി നമ്മൾ വീണു പോകും. നമ്മുടെ കാലം അവിടെ നിൽക്കുകയാണ്. നമ്മുടെ ബോഡി, ശരീരം മുന്നോട്ട് പോവാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി വീഴും. ഇതാണ് സംഭവം. അപ്പോ ഇനർഷ്യ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. ഒരു ഒബ്ജക്റ്റിന് ചലിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നിൽക്കുന്ന അവസ്ഥ, ഇത് സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ബസ്സിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ബസ് പോകുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ പോകും. സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് ഇനർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഡെഫിനിഷൻസ് ഉണ്ട്. ഇനർഷ്യനെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനർഷ്യ ഓഫ് സൈസ്, ഒരു ഒബ്ജക്റ്റിന്റെ സൈസ്, ഷേപ്പ് മാറുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനർഷ്യ ഓഫ് മോഷൻ. ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ, ഫഹീമ, അവൾ അവിടെ നിൽക്കുമ്പോൾ ബാക്കിലേക്ക് പോകുന്ന അവസ്ഥ, അതാണ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്. മറ്റേ റഹീമ, മറ്റേ രണ്ടാമത്തെ ആളെ പറഞ്ഞിരുന്നല്ലോ, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവില്ലായ്മ, അത് ഇനർഷ്യ ഓഫ് മോഷൻ. അതുപോലെ തന്നെ ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. ഇതിപ്പോ നമ്മളെ ഫിദാർ ഷെറിൻ ടി പി എന്ന് പറയുന്ന ഒരാളെ കാണുന്നുണ്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? കാർ ഓടിക്കുകയാണ്. ഡ്രൈവർ വേറെ ആളാണ്. കാറിന്റെ സൈഡ് സീറ്റിലാണ് ഇവൾ ഇരിക്കുന്നത്. പെട്ടെന്ന് കാർ എന്ത് ചെയ്തു? സ്റ്റിയറിംഗ് ഓടിച്ചിട്ടുണ്ട്. ഒരു വളവ്, വലിയൊരു ബെൻഡ്, ഒരു 90 ഡിഗ്രി ബെൻഡ് ക്രോസ് ചെയ്തതാണ്. അപ്പൊ ആ ക്രോസിങ്ങില് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറുതായിട്ട് ഡോറിന്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ തെന്നി നീങ്ങുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. എന്തുകൊണ്ടാണ്? ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ ആണ്. അവൾക്ക് സ്വന്തമായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കാർ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മൂവ് ചെയ്യാം, എവിടെയും പിടിച്ചിട്ടുണ്ടെങ്കിൽ വീഴില്ല. പക്ഷെ ആ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഇല്ല. അതാണ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ഇനർഷ്യ എന്ന് പറയുന്നതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനർഷ്യ ഓഫ് റെസ്റ്റ്, ഇനർഷ്യ ഓഫ് മോഷൻ, ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. അത് ആ ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സ്വന്തമായിട്ട് ഒരു ഒബ്ജക്റ്റിനും മൂവ് ചെയ്യാനോ ചലിക്കാനോ അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ ഒന്നുള്ള കപ്പാസിറ്റി ഇല്ല. അത് എവിടെയാണോ ഉള്ളത് അതിൽ അങ്ങനെ തുടർന്ന് പോവുകയാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാല് മടിയുള്ള ഒരവസ്ഥ എന്ന് പറയാം. നമുക്ക് രാവിലെ എണീറ്റ് ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറങ്ങാനല്ലേ ഇഷ്ടം ഉണ്ടാവുക. നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ എന്തെങ്കിലുമൊക്കെ നിർബന്ധം വരുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് എണീറ്റ് എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഉറങ്ങാനല്ലേ സുഖം. അപ്പോൾ നമ്മുടെ ബോഡി ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന് ആ ഒരു മടി എന്ന് നമുക്ക് പറയാം. അതായത് സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തു കൊടുത്താലേ ചെയ്യുള്ളൂ. അതാണ് ഒരു ഒബ്ജക്റ്റിന്റെ അവസ്ഥ. അതിനെ വിളിക്കുന്ന പേരാണ് ഇനർഷ്യ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് കാണാത്തവരുണ്ടോ എന്നറിയില്ല, ഷെയർ ചെയ്യാം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓഫ് ആവുമോ എന്നുള്ളൊരു സംശയം.
ഷെയറിങ് വരുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടോ. കാണുന്നുണ്ടോ? ഓക്കെ. ഇതില് നമ്മുടെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. എന്റെ ഫേസും കാണുന്നുണ്ടോ? ഇപ്പോ ഫേസ് കാണുന്നുണ്ടാവില്ല അല്ലേ? ആണോ? ഹലോ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? എന്നെയും കാണാൻ പറ്റുന്നുണ്ട്, ബുക്കും കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് റിപ്ലൈ തന്നാല്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് ഭാഗം ഇതാണ്, ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിപ്പോ ജസ്റ്റ് തന്നത്. സെക്കൻഡ് പേജിലാണ് നമുക്ക് ഇനർഷ്യ, കോൺസെപ്റ്റ് ഓഫ് ഇനർഷ്യ എന്നുള്ളത് ഭാഗം, അതുപോലെ തന്നെ ഫോഴ്സ് ആൻഡ് ഇനർഷ്യ. അപ്പൊ ഇതാണ് ഇനർഷ്യയുടെ ഡെഫിനിഷൻ. ഞാൻ പറഞ്ഞു തന്നത് സിമ്പിൾ ഡെഫിനിഷൻ ആണ്. The property of an object by which it resists the change in its state of rest of motion in a straight line is called inertia. The property of an object by which it resists a change. എന്തെങ്കിലും ഒരു ചേഞ്ച്, അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതിനെ ചേഞ്ച് ചെയ്യാനുള്ളതിനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്നതാണ് പറഞ്ഞത്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് നമ്മൾ ഇനർഷ്യക്ക് ഡെഫിനിഷൻ കൊടുക്കുന്നത് ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്നാണ്. അവിടെ തന്നെ നമുക്ക് എല്ലാം അതിൽ വന്നു. ചെറിയൊരു സെന്റൻസിൽ നമുക്കത് വരാൻ സാധിച്ചു. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് തന്നെ, നോട്ട്സ് ഉണ്ടോ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവുമല്ലോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു ഡെഫിനിഷൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ഇതിനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഒരു ഡെഫിനിഷനും കൂടി ഉള്ളത് കൊണ്ട്, സാധാരണ അത് പറയുന്നത് കൊണ്ട് ഇത് എഴുതി വെക്കുന്നത് നന്നാവും. എല്ലാവരും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇനർഷ്യ ഈസ് ദ ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ടു ചേഞ്ച്. ഇനർഷ്യ ഈസ് ദ ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or uniform motion. It is the inability of an object to change its state of rest or uniform motion in a straight line is called inertia. സാറേ ഒന്നുകൂടി പറയുമോ? The inability of an object. Inertia is the inability of an object to change its state of rest or uniform motion in a straight line. Inertia is the inability of an object to change its state of rest or uniform motion in a straight line. Or motion എഴുതിയാലും മതി, or uniform motion in a straight line. Correct ആയിട്ട് എഴുതുമ്പോൾ uniform motion in a straight line ആണ്. Inertia is the inability of an object to change its state of rest or uniform motion. Inertia is the inability of an object to change its state of rest or uniform motion. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നോക്കാം, ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷനും കൂടി നമ്മൾ കൂടെ വേണം. ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്ട് എന്താണ്? ഈ ടെക്സ്റ്റിലെ ഡെഫിനിഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം. ദ പ്രോപ്പർ എഴുതുമ്പോൾ നിങ്ങൾ മറ്റേ സെന്റൻസ് എഴുതിയാലും മാർക്കൊക്കെ കിട്ടും, പക്ഷെ ഇതും കൂടി കൂട്ടത്തിൽ നിർബന്ധമായിട്ടും നോക്കണം. അപ്പൊ നോക്കിയോ, ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്ട് എന്താണ്? ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന പ്രത്യേകതയാണ്. ബൈ വിച്ച്, എന്താണ് സംഭവം? ബൈ വിച്ച് ഇറ്റ് റെസിസ്റ്റ്, അതെന്തോ ഒരു സംഭവത്തിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, റെസ്റ്റില് എന്തെങ്കിലുമൊക്കെ മാറ്റം വരിക എന്നുള്ളതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. റെസ്റ്റില്, അതായത് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്, അതിന് എന്തെങ്കിലും മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക എന്നല്ല അർത്ഥം. ആ മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക. അതായത് ബസ് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ മൂവ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ബാക്കിലേക്ക് വീഴാൻ പോകുന്നത്. അപ്പോ ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ. ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് എന്ന് എഴുതിയാലും സംഗതി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്ട്, ഒരു ഇനർഷ്യ എന്ന് പറയുന്നത് ഇനബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആണ്. ഒരു ഒബ്ജക്റ്റിന് ഒരു പ്രോപ്പർട്ടി ആണ്. എന്താണ് സംഭവം? എന്താണ്? എന്തെങ്കിലും ഒരു റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനോ ചേഞ്ച് ഉണ്ടായാൽ അതിനെ ഓപ്പോസ് ചെയ്യുന്നു, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് സംഭവങ്ങൾ? ഒന്ന് റിപ്ലൈ തരണം, നിർബന്ധമാണ്, റിപ്ലൈ വേണം. ഒന്ന്, ഒബ്ജക്റ്റിന് റെസ്റ്റിൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ യൂണിഫോം മോഷൻ, അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സ്റ്റേഷനറി ആയി നിൽക്കുന്നു. ഇതിന് രണ്ടിനും ചേഞ്ച് വന്നാല് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. നിങ്ങൾ എഴുതിയ ഡെഫിനിഷനിൽ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഇനർഷ്യ എന്ന് എഴുതിയ ഡെഫിനിഷനിൽ ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ബൈ ഇറ്റ്സെൽഫ് എന്ന വേർഡും കൂടി കൂട്ടണം കേട്ടോ. ഡെഫിനിഷൻ ബൈ ഇറ്റ്സെൽഫ്, അതും കൂടി വേണം, അപ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ.
Okay, inertia is the inability of an object to change its state of rest or uniform motion by itself. In a straight line ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല. By itself എന്ന പോയിന്റ് അവസാനം വേണം കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല. By itself സ്വന്തമായിട്ട് മാറ്റാനുള്ള കഴിവില്ല എന്നാണ്. Inertia is the inability of an object to change its state of rest or uniform motion in a straight line. Straight line ഒന്നും ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. By itself അവസാനം. By itself. ഇതാണ് സംഭവം. അപ്പോ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനേഷനും ഒന്ന് തന്നെയാണ്, പക്ഷെ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം, സംഗതി എന്താന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോ ഈ ഒന്നുകിൽ റെസ്റ്റില്, അതായത് അനങ്ങാതെ നിൽക്കുന്ന ഒരു മിഠായിയാണ്. ആ മിഠായി എന്ത് ചെയ്തു, ഒരു പേപ്പറിലാണ് ഇരിക്കുന്നത്. ആ പേപ്പർ താഴെ നിന്ന് ഒറ്റ വലിയ വലിച്ച മിഠായി അവിടെ നിൽക്കും. കാരണം മിഠായിക്ക് അതിന്റെ കൂടെ പോരാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മൾ കുറെ സമയം എടുത്ത് വലിച്ചാലേ വരുള്ളൂ. അല്ലെ, ഒരു കോയിന് ഗ്ലാസിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു പേപ്പർ വെച്ച് ജസ്റ്റ് വലിച്ചു നോക്കിയും കോയിന് ഗ്ലാസിന്റെ ഉള്ളിലേക്ക് വീഴും. അതാണ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഒരു ഒബ്ജക്റ്റ് സ്വന്തമായിട്ട് അതിന്റെ മോഷനെയോ അല്ലെങ്കിൽ റെസ്റ്റിനെയോ സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആണ് എന്നും നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് റിപ്ലൈ എന്ന് എന്താണ് ഇനർഷ്യ എന്ന് ക്ലിയർ ആയോ നോക്കുക. ഇതിന്റെ 3 ടൈപ്പ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ക്ലിയർ ആണോ? പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് റിപ്ലൈ വേണം. ഇനർഷ്യ ഈസ് ദ ഇനിബിലിറ്റി എന്നാണോ സാറേ പറഞ്ഞേ? സ്പെല്ലിംഗ് ഒന്ന് പറയുമോ? IN എഡിബിലിറ്റി എന്നാണോ? ഇന്നെഡിബിലിറ്റി എന്നാണോ? INABILITY. ഒരു മിനിറ്റ്. ഓഫ് ദ ഒബ്ജക്ട് ടു ചേഞ്ച് കഴിഞ്ഞിട്ടുന്ന ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ചേഞ്ച് ടു ചേഞ്ച് ഇറ്റ്സ് ITS. ക്ലിയർ ആയില്ല. ഒബ്ജക്ട് ടു ചേഞ്ച് കഴിഞ്ഞ ചേഞ്ച് ഇറ്റ്സ്. ഇറ്റ്സ് അറിയില്ല. ഇറ്റ് എസ് ഇറ്റ്സ് ITS. ഓക്കെ. ചേഞ്ച് ടു ഇറ്റ്സ്. ചേഞ്ച് ഇറ്റ്സ്. ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. REST or uniform motion. Or uniform motion. By itself. By itself. The straight line ഇല്ലെങ്കിലും കുഴപ്പമില്ല. By itself. Okay, thank you. ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും കൂടുതൽ. നമുക്ക് കൂടുതൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അതിൽ പറയാം. അത് ഫസ്റ്റ് ഡെഫിനിഷൻ ആയതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു സെന്റൻസ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ലൈവില് നമ്മൾ ഓവറോൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഡൗട്ട്സുകൾ ലൈവില് ക്ലിയർ ചെയ്യാം കേട്ടോ. ഡൗട്ട്സുകൾ ലൈവിലാണ്. നമുക്ക് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഡൗട്ട്സുകൾ വരുമ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, എന്റെ ഫേസും ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം. ഇനി ഈ ഒരു ഇനർഷ്യ ഞാൻ 3 ടൈപ്പ് എന്ന് പറഞ്ഞതിന്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നോക്കുക. അതിൽ ചെറിയ they may change shape. ഇനർഷ്യ എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉണ്ടാവാം? they may change shape, size of an object. ഇത് ഫോഴ്സിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ആണ് കേട്ടോ. ഫോഴ്സ് ആർ നോൺ ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എഫക്ട്സ്. ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തു, ബലം ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സുകൾ നമുക്ക് എന്തൊക്കെ റിസൾട്ട് കിട്ടും എന്നാണ് ഈ 3 ടൈപ്പ്. ഇനർഷ്യ 3 ടൈപ്പ് വേറെയാണ്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്, മോഷൻ ഉണ്ട്, അതുപോലെ തന്നെ മൂവ് ചെയ്യുന്നു. അത് ഏതാണോ എക്സാമ്പിൾ വെച്ചിട്ടാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. എക്സാമ്പിൾ 1 കാർ ഓടിക്കുന്നത്, കാർ സ്റ്റോപ്പ് ചെയ്യുന്നത്, കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 3 എക്സാമ്പിൾസാണ് പറഞ്ഞിരുന്നത്. ഇനി ജസ്റ്റ് നെക്സ്റ്റിലേക്ക് കിടക്കുകയാണ്. അതായത് ഫോഴ്സ് എന്താണ്? നമ്മൾ സിമ്പിൾ ആയിട്ട് ഫോഴ്സ് എന്താന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ എന്നാണ് നമ്മൾ പറയാറ്. സിംപ്ലി ഫോഴ്സ് എന്ന് പറഞ്ഞാല് സിംപ്ലി പുഷ് ഓർ പുൾ എന്ന് പറയാം അല്ലെ? ഒരു ഒബ്ജക്റ്റ് നമ്മൾ അങ്ങോട്ട് തള്ളുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് വലിക്കുന്നു. ഇതല്ലേ ഫോഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ? ഒന്നുകിൽ അങ്ങോട്ട് തള്ളണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വലിക്കണം. രണ്ടും ഫോഴ്സ് ആണ്. സിംപ്ലി നമുക്ക് പറയാം ഫോഴ്സ് എന്താണ്? പുഷ് ഓർ പുള്ള്. നമുക്ക് ലെക്ചർ നോട്ടായിട്ട് ജസ്റ്റ് എഴുതിയെടുത്ത് പോവാം. സിംപ്ലി പുഷ് ഓർ പുള്ളാണ് എന്ത് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ആ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തുണ്ടാവും? അതൊരു വെലോസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാക്കും. ഒരു ഒബ്ജക്റ്റ്, ഒരു ഫുട്ബോൾ ഇങ്ങനെ വരികയാണ്, ഞാൻ നേരെ ഒരു ഹിറ്റ് കൊടുത്തു, കാലുകൊണ്ടാണ്.
കാല് നേരെ എന്ത് ചെയ്യും, അതിന്റെ ഡയറക്ഷൻ മാറിയിട്ട് അതിന്റെ സ്പീഡ് മാറിയിട്ട് അത് വേറെ വഴിക്ക് പോകൂലേ. അപ്പൊ അതിന്റെ വെലോസിറ്റിയിലും സ്പീഡിലും ചേഞ്ച് വരും. അപ്പൊ എന്തൊക്കെ റിസൾട്ട് ആണ് നമ്മൾ ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിന് കൊടുത്താൽ ഉണ്ടാവുന്നത്? ഒരു ഫോഴ്സ് നമ്മളൊരു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഫറൻസുകൾ അതിന് പോസിബിൾ ആണ്? ഒന്നാമത്തെ നോക്കിയോ, ദേ മേ ചേഞ്ച് ഷേപ്പ് ആൻഡ് സൈസ്. ഒന്നുകിൽ അതിന്റെ ഷേപ്പ് മാറും. മോന്തൊക്കെ ഒരു അടിയാണ് കൊടുത്തിട്ട് ഷേപ്പ് മാറും പറയാം, അതും ഷേപ്പ് മാറുക തന്നെയാണ്, ഫോഴ്സ് അല്ലേ കൊടുത്തത്. ചിലപ്പോൾ നല്ല അടി കിട്ടിയാൽ ഷേപ്പ് മാറും, സൈസ് മാറും ഇല്ലേ, വലിപ്പം ചിലപ്പോൾ മാറും. ബലൂണിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക, ഒരു ബലൂണ് പൊട്ടുക ചെയ്യുക, ഒരു എന്താണ് സ്പോഞ്ചിനെ നമ്മൾ പ്രസ് ചെയ്യണം, അപ്പൊ അതിന്റെ സൈസ് കുറയല്ലോ, ചെറുതാവുമല്ലോ. അതും ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഒന്നുകിൽ ഷേപ്പ് മാറും അല്ലെങ്കിൽ സൈസ് മാറും, ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന റിസൾട്ടുകളാണ്. അതുപോലെ തന്നെ അതിന്റെ മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അടുത്ത പോയിന്റ് ആണ്, ഫോഴ്സസ് മേ ഇൻഫ്ലുവൻസ് മോഷൻ. മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറഞ്ഞാല് അതിന്റെ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ, അതെന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഒരു ഫുട്ബോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ റെസ്റ്റിലുള്ള ഒരു അവസ്ഥ മാറിയിട്ട് മൂവ് ചെയ്തോണ്ടിരുന്നില്ലേ, അതാണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ മാറുക എന്ന് പറഞ്ഞാല്. റെസ്റ്റിലുള്ളത് മൂവ് ചെയ്യാം, മൂവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. ഒരു ഫുട്ബോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, അതും ഫോഴ്സ് കൊടുത്തല്ലേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല വെറുതെ അങ്ങനെ നോക്കി ഫുട്ബോൾ നിൽക്കൂലല്ലോ. അപ്പൊ നമ്മൾ അവിടെ ഫോഴ്സ് കൊടുക്കണം, അപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റേറ്റ് ഓഫ് മോഷനെ ചേഞ്ച് ചെയ്യാം. മൂന്നാമത്തത്, ഫോഴ്സ് ക്യാൻ റൊട്ടേറ്റ് ദ ബോഡി. ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം? സർ ഒന്ന് വോളിയം കൂട്ടി പറയാൻ പറ്റുമോ? കുറച്ച് ബാക്കിലായിരുന്നു. ഓക്കെ, അപ്പോ ഫോഴ്സിന് മൂന്ന് ടൈപ്പ് റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞു. സിമ്പിൾ ആയിട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുഷ് ഓർ പുൾ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന റിസൾട്ട്, ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനെ മാറ്റാം, അല്ലെങ്കിൽ സൈസ് മാറ്റാം, അല്ലെങ്കിൽ ഷേപ്പ് മാറ്റാം, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന റിസൾട്ടുകളാണ്. സിംപ്ലി ഇതിൽ നിന്നൊക്കെ വൺ വേർഡ് എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് ഫോഴ്സ് ആൻഡ് മോഷൻ എന്നുള്ളതിന്റെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഫോഴ്സിന്റെ ഡെഫിനേഷനിൽ നിന്നും താഴേക്ക് പോകുന്നു. ഫോഴ്സിന് ഒരു പോയിന്റ് ആണ്, ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വൺ വേർഡ് ചോദിക്കാൻ, വൺ വേർഡ് ABCD അല്ലെങ്കിൽ MCQ ഒക്കെ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്, ഫോഴ്സ് വെക്ടർ ആണോ സ്കെയിലാർ ആണോ? എന്താണ് ഈ വെക്ടർ സ്കെയിലാർ എന്നൊക്കെ പഠിച്ചു, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ഷന് പ്രാധാന്യമുള്ളതാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിൽ കാണാൻ പറ്റും, ഫസ്റ്റ് സെന്റൻസ് തന്നെ ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫോഴ്സിന് ഡയറക്ഷന് പ്രാധാന്യം ഉണ്ട്. ഫോഴ്സിന് ഡയറക്ഷന് പ്രാധാന്യമുണ്ട്. അപ്പൊ ഡയറക്ഷന് ഇമ്പോർട്ടൻസ് ഉള്ളവയൊക്കെ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുക. ഡയറക്ഷന് ഇമ്പോർട്ടൻസ് ഉള്ളവയൊക്കെ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുക. അപ്പൊ നമ്മള് ടെമ്പറേച്ചർ എന്നുള്ളൊരു ക്വാണ്ടിറ്റി, താപനില, അതിന് ഡയറക്ഷൻ പറയാൻ പറ്റുമോ? ടെമ്പറേച്ചർ ഇപ്പൊ 34 ഡിഗ്രി ആണെന്ന് പറഞ്ഞാല് ഇവിടുത്തെ ടെമ്പറേച്ചർ 34 ഡിഗ്രി ആണ്. അതിന് ഡയറക്ഷൻ, ഇപ്പൊ ഞാനൊരു ഫുട്ബോളിനെ കിക്ക് ചെയ്തു എന്ന് പറഞ്ഞാല് എങ്ങോട്ട് കിക്ക് ചെയ്തു എന്ന് നമുക്ക് ഏത് ഡയറക്ഷൻ, 4 ഡയറക്ഷനിലേക്കും കിക്ക് ചെയ്യാൻ പറ്റും, ഫോഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പൊ നോർത്തിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തു, സൗത്തിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തു, വെസ്റ്റിലേക്ക്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഡയറക്ഷൻ പ്രാധാന്യമുള്ളതാണ്, ഡയറക്ഷൻ പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ അവയാണ് വെക്ടർ ക്വാണ്ടിറ്റി. ടെമ്പറേച്ചറിന് നമുക്ക് വെസ്റ്റിലേക്ക് ടെമ്പറേച്ചർ എന്ന് പറയാം. വെസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ ആ പൊസിഷന് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചറിന് ഡയറക്ഷന് പ്രാധാന്യമില്ല. അപ്പൊ അങ്ങനെ പ്രാധാന്യമില്ലാത്ത, ഡയറക്ഷൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തത്, ഇമ്പോർട്ടൻസ് ഇല്ലാത്തവയാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം, സ്കേലാർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് സിംപ്ലി വൺ വേർഡ് ചോദിക്കാം, ഫോഴ്സ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫോഴ്സിനെ കുറിച്ചൊരു പോയിന്റ്സ് കുറച്ചൊക്കെ എഴുതാൻ പറഞ്ഞാലൊക്കെ വേണ്ടി വരുന്ന ഭാഗമാണ് വെക്ടർ ക്വാണ്ടിറ്റി. വൺ വേർഡ് ചോദിക്കാം. ബാക്കി നിങ്ങൾ സിംപ്ലി പുഷ് ഓർ പുൾ എന്ന് എഴുതിയാൽ മതി. പിന്നെ നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. അപ്പോ എന്താണ് ഫോഴ്സ് എന്നത് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് നോക്കാം. For a body in motion, the velocity will change depending on the direction of force applied on it. നമ്മൾ ഫോഴ്സ് കൊടുത്തതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ കൊടുത്തത് അതിനനുസരിച്ചാണ് അതിന്റെ വെലോസിറ്റിയിൽ മാറ്റം ഉണ്ടാവുക. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, the velocity will change depending on the direction of the force applied. ഇപ്പോ ഒരു ഫുട്ബോൾ ഇങ്ങനെ നേരെ വരികയാണ്, ഞാൻ അങ്ങനെ കൈ വെച്ചു കൊടുത്തു, അതവിടെ സ്റ്റോപ്പ് ആവും.
സ്റ്റോപ്പ് ആവുക ചിലപ്പോ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് അവിടെ സ്റ്റോപ്പ് ആവാം. അപ്പൊ അതിന്റെ ഫോഴ്സ് 0യിലേക്ക് വന്നു. ഞാൻ ഫോഴ്സ് കുറച്ച് സ്പീഡിലാണ് കൊടുത്തിട്ടുള്ളത്, നല്ല ഫോഴ്സാണ് കൊടുത്തിട്ടില്ലെങ്കിൽ നേരെ റിവേഴ്സ് ആവും, ഡയറക്ഷൻ മാറാം. അപ്പോഴും അതിന്റെ സ്പീഡിന് മാറ്റം വന്നു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ച് സ്പീഡിലൊക്കെ, അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് തന്നെയാണ്, വെക്ടർ ക്വാണ്ടിറ്റി ആയി മാറുമ്പോൾ ഡയറക്ഷൻ പറയുമ്പോഴാണ് വെലോസിറ്റി ആവുക. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാലും സ്പീഡ് എന്ന് പറഞ്ഞാലും ഒരേ കോൺസെപ്റ്റിൽ കാണാം, അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മൾ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുത്തത് അതിനനുസരിച്ചാണ് വെലോസിറ്റിയിൽ ഡിഫറൻസുകൾ ഉണ്ടാവുക. അതും ഫോഴ്സിന്റെ പോയിന്റ്സുകളിൽ പറയേണ്ട ഭാഗം മാത്രമാണ്. ലോസ് ഓഫ് മോഷൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ ഗലീലിയോ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ് ന്യൂട്ടൺ അതിലേക്ക് വരുന്നത് കേട്ടോ. ഗലീലിയോ ആണ് ഒരുപാട് എക്സ്പെരിമെന്റ്സ്, പിസ ടവറിന് മുകളിൽ നിന്ന് ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ് ലോസ് ഓഫ് മോഷന്റെ, ചലന നിയമങ്ങളുടെ ഒരുപാട് കൺക്ലൂഷൻസിലേക്ക് എത്തുന്നത്. അതിനെ ക്രോഡീകരിച്ചത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ ന്യൂട്ടന്റെ കോൺട്രിബ്യൂഷനിലേക്ക് എത്താനുള്ള കാരണം ഗലീലിയോ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ എക്സ്പെരിമെന്റ്സുകളാണ് എന്നുള്ളത് നമ്മൾ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, കോമൺ ആയിട്ട് അറിയേണ്ട കാര്യമാണെന്ന് മാത്രം. അപ്പൊ ഫസ്റ്റ് ലോ ന്യൂട്ടൺ അതിനെ കൃത്യമായിട്ട് ലോ ആയിട്ട് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ന്യൂട്ടൺ ആണ് അതിന് പബ്ലിസിറ്റിയും ഒക്കെ കിട്ടിയത്. ഫസ്റ്റ് ലോ ഓഫ് മോഷന് ജസ്റ്റ് അവിടെ അവരുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷന് ഇവിടെയാണ് നമുക്ക് പഠിക്കേണ്ട ഭാഗം, ഈ ഒരു ഭാഗം. ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഇത് ജസ്റ്റ് ഇപ്പൊ തന്നെ നോക്കി എഴുതാം, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് നോട്ട് ഷെയർ ചെയ്യുമ്പോൾ എഴുതിയാലും മതി. ഇപ്പൊ എഴുതി എടുക്കണ്ട. സർ ഇതിന് നോട്ട്സ് തരില്ലേ? ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ ഞാൻ പറയുന്ന ഭാഗം ലൈവിൽ തന്നെ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി പോവാട്ടോ. പറയുന്ന ഭാഗങ്ങൾ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി പോവാ. അതുപോലെ വീഡിയോ ക്ലാസ്സിൽ പ്രാധാന്യമുള്ള ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ്? എ ബോഡി കണ്ടിന്യൂ ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ നെറ്റ് ഫോഴ്സ്. ഒരു നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്ന സമയം വരെ ആ ഒബ്ജക്റ്റ് ഒന്നുകിൽ റെസ്റ്റിൽ തുടരും അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ തുടരും എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. നമ്മൾ ഇനേർഷ്യയുടെ ഡെഫിനിഷൻ പഠിച്ചല്ലോ, അത് തന്നെയാണ് ഫസ്റ്റ് ലോ. കോൺസെപ്ഷ്യലി രണ്ടും ഒന്ന് തന്നെയാണ്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഒബ്ജക്റ്റിന് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യും, അതാണ് ഇനേർഷ്യ. അപ്പൊ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇനേർഷ്യയുടെ വേറൊരു വേർഷൻ ആണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. വൺ വേർഡ് ആയിട്ട് ചോദിച്ചു, ഇനേർഷ്യ ആൻഡ് ഫസ്റ്റ് ലോ വാട്ട് ഇസ് ദ കണക്ഷൻ ഇൻ ബിറ്റ്വീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ഈക്വൽ ഇൻ കോൺസെപ്ഷ്യൽ വേ എന്നൊക്കെ എഴുതേണ്ടി വരും. രണ്ടും ഒരേ സംഗതി തന്നെയാണ്, രണ്ട് വ്യത്യസ്ത വഴികളിലൂടെ പറഞ്ഞു എന്ന് മാത്രം. ന്യൂട്ടൺ ഫസ്റ്റ് ലോയും ഇനേർഷ്യയുമാണ് കണക്ഷൻ. ന്യൂട്ടൺ ഫസ്റ്റ് ലോയും ഇനേർഷ്യയും കണക്റ്റഡ് ആണ്, രണ്ടും ഒരേ കോൺസെപ്റ്റ് ആണ്. എന്താണ് ഫസ്റ്റ് ലോ? ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ തുടരാണ്. ഇപ്പൊ ഈ പേന ഇവിടെ ഇരിക്കുന്നുണ്ട് മേശമേ, അത് അവിടെ തന്നെ ഇരിക്കും. ഏതുവരെ? ഇതിനെ വേറൊരാള് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സും ഇതുമേ അപ്ലൈ ചെയ്യുന്നത് വരെ ഇത് ഇവിടെ തന്നെ ഇരിക്കും എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. ഒരു ഒബ്ജക്റ്റ് അതിന്റെ റെസ്റ്റിൽ തുടരുന്നു ഏതുവരെ? അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്. ഇതിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ. എന്താ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഒരു ഗുഡ്സിൽ കയറിയിട്ട്, ഗുഡ്സിന്റെ അകത്ത് കയറിയിട്ട്, ഓട്ടോറിക്ഷ ഉണ്ടല്ലോ ഗുഡ്സ്, അതിനകത്ത് കയറിയിട്ട് അതിനെ തള്ളാൻ പറ്റുമോ? ആർക്കെങ്കിലും കഴിയുമോ? അതിന് പുറത്തുനിന്ന് ആരും ഹെൽപ്പ് ഇല്ല. ഗുഡ്സിന്റെ അകത്ത് നിന്ന് പെട്രോൾ കഴിഞ്ഞ് സ്റ്റോപ്പ് ആയതാണ്, അറക്കത്തൊന്നുമല്ല, ഒരു നിരപ്പായ സ്ഥലത്താണ്. അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ചാടി കളിച്ചു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോവോ? ഇല്ല. കാല് ജസ്റ്റ് താഴേക്ക് ഇട്ടിട്ട് നമ്മൾ ഭൂമിയിൽ ടച്ച് ചെയ്യാതെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ടേക്ക് നീക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതാണ് ന്യൂട്ടൺ പറഞ്ഞത്, ഒരു ഒബ്ജക്റ്റ് അവിടെ റെസ്റ്റിൽ തുടരും ഏതുവരെ? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നും ബാഹ്യബലം കിട്ടണം. എക്സ്റ്റേണൽ മലയാളം പറയുമ്പോൾ ബാഹ്യബലം എന്നാണ്. അതായത് പുറത്തേക്ക്, ആ ബോഡി അല്ലാതെ, അതായത് ആ ഗുഡ്സിന്റെ ടയർ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗത്തിൽ ടച്ച് വരണം. ഇവിടെ ഒരു മരക്കഷ്ണം ഉണ്ട് വിചാരിച്ചോളി, ഒരു മരത്തിന്റെ അടുത്താ ഗുഡ്സ്, ആ മരത്തുമ്പോൾ പിടിച്ച് നീക്കിയാലും വണ്ടി മുന്നോട്ട് പോകും ഇല്ലേ? അപ്പൊ ആ ഒരു മരം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. പുറത്തു നിന്ന് ഗുഡ്സിന്റെ ആ ഒരു ഭാഗമല്ലാത്ത എന്തെങ്കിലും ഒരു കണക്ഷൻ വരണം. അങ്ങനെ ഒരു കണക്ഷൻ ഉള്ള ഫോഴ്സ് ആണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിനെ ആ ഒരു റെസ്റ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ.
റെസ്റ്റ് മാത്രമല്ല, എപ്പോഴും ന്യൂട്ടൺ പറയുമ്പോൾ റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ എന്ന് പറയാറുണ്ട്. നേർരേഖ ചലനം, അതായത് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ സമവേഗ ചലനമാണ്, ഒരേ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും ഒരു ഫുട്ബോൾ അടിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഒരു ഫുട്ബോള് ഞാനിപ്പോ അടിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, അത് അങ്ങനെ തുടരണം എന്നാണ്. ഞാൻ ഫോഴ്സ് കൊടുത്തത് അങ്ങനെ തുടരണം എന്നാണ് ശരിക്കും. പക്ഷെ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ട്. നമ്മൾ എർത്തിലാണ് ജീവിക്കുന്നത് അല്ലെ, ഭൂമിയിലല്ല ജീവിക്കുന്നത്. ഭൂമിയിലാവുമ്പോൾ വെയിറ്റ് ഉണ്ട്, ഭൂമി ഈ എല്ലാ ഒബ്ജക്റ്റിനെയും പിടിച്ചു വലിക്കുന്നുണ്ട്. ഞാനൊരു ഫുട്ബോൾ അടിച്ചു കഴിഞ്ഞാൽ ഫുട്ബോളിനും താഴേക്ക് പിടിച്ച് വലിക്കും, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഫ്രിക്ഷനും ഉണ്ടാവും. ഈ രണ്ട് ഫോഴ്സും ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു ഫുട്ബോളിന് അടിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് ന്യൂട്ടന്റെ എക്സ്പ്ലനേഷൻ തരുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ തുടരും ഏതുവരെ, എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നവരെ. ഇപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അതിന്റെ വെയിറ്റും ഫ്രിക്ഷനും ഒക്കെ എക്സ്റ്റേണൽ ഫോഴ്സുകളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ അതേ അവസ്ഥയിൽ തുടരും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ ഒന്നുകിൽ റെസ്റ്റിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവര് രണ്ടാളിലും എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. ഒന്നുകൂടി നോക്കുക, വളരെ കൃത്യമായിട്ട് ഒന്നുകൂടി ഡെഫിനേഷൻ നോക്കുക. ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എന്താ അതിന്റെ അർത്ഥം? ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ തുടരുന്നു, കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തുടരുന്നു, ഓർ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ തുടരുന്നു, ഇൻ എ സ്ട്രേറ്റ് ലൈൻ. യൂണിഫോം മോഷനിൽ സ്ട്രേറ്റ് ലൈൻ ആവണം, ബെൻഡ് ചെയ്യുന്നത് എക്സെപ്ഷൻ കേസ് ആണ്. അപ്പൊ യൂണിഫോം മോഷന്റെ സ്ട്രേറ്റ് ലൈൻ, അതായത് നേർരേഖയിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫുട്ബോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരിക്കുന്നുണ്ട്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർ രണ്ടുപേരും സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് ആക്ടഡ് അപ്പോൺ ബൈ എ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. അവർക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത് വരെ അത് ആ റെസ്റ്റിൽ തുടരുന്നു, അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരാള് എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കാത്തടത്തോളം കാലം ആ ഫുട്ബോൾ ആ ഗ്രൗണ്ടിന്റെ നടുക്ക് തന്നെ ഉണ്ടാവും എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ എന്താണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ? എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ unless it is acted upon by net force. Unless it is acted upon by net force. ഒരു ഫോഴ്സ് കൊടുക്കാതെ, എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടാത്ത സമയത്തോളം വരെ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലോ യൂണിഫോം മോഷനിലോ തുടരുന്നു. ക്ലിയർ ആണോ എന്ന് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഫസ്റ്റ് ലോ ജസ്റ്റ് നോക്കിയേ, ഒരു റിപ്ലൈ തരണം. ജസ്റ്റ് ഫസ്റ്റ് ലോ ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത്, ഫസ്റ്റ് ലോയുടെ ഭാഗം ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത്. പറഞ്ഞാല് എങ്ങനെ യൂണിഫോം മോഷൻ എന്ന് വെച്ചാല്? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ സമവേഗ ചലനം എന്ന് പറയാം. ഒരേ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുക, സ്പീഡ് മാറുന്നില്ല. 10 മീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറാണെങ്കിൽ അതേ അവസ്ഥയിൽ തുടരുന്ന ഒരാളാണെങ്കിൽ അത് ഭൂമിയിൽ നടക്കില്ല. കാരണം ഭൂമിയിൽ എർത്ത് അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് സ്പീഡ് കുറയും. നിങ്ങൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി നിൽക്കൂലേ? അത് ഭൂമി എർത്ത് ഫ്രിക്ഷൻ ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുന്നതാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ തുടർന്ന് പോകണം. അങ്ങനെ തുടർന്ന് പോകുന്ന ഒരു ഒബ്ജക്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത് വരെ തുടരുമെന്നാണ്. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഭൂമി പുറത്തുനിന്ന് പിടിച്ചു വലിക്കല്ലേ, അതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ. നിർബന്ധമായിട്ടും പഠിക്കണം. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ലെക്ചർ നോട്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ലോ. അതിന് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ടാണ് ചോദിക്കുക. റൈറ്റ് വാട്ട് ഈസ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ ആൻഡ് റൈറ്റ് ടു എക്സാമ്പിൾസ് എന്നൊക്കെ ചോദിക്കാം. അപ്പോ അതാണ് അവിടുന്ന് വരുന്ന ഭാഗം. ഇവിടെ അതിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എ പേഴ്സൺ ഇൻ എ റണ്ണിങ് കാർ ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ പേഴ്സൺ ഇൻ സെയിം കാർ. ഓക്കെ ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് അതാണ് ആവശ്യമുള്ളത്. ഫസ്റ്റ് ലോ ബൈ ഹാർട്ട് പഠിക്കുക. അതുപോലെ തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾസ് ഓർത്തിരിക്കണം. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇരിക്കുന്നു. അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാലോ. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് തന്നിട്ട് ഇത് ഏത് ലോയുമായിട്ട് കണക്ട് ചെയ്തതാണ് എന്നൊക്കെ ചോദിക്കാവുന്ന രൂപത്തിലാണ് വരിക. ദെൻ എന്താണ് മൊമെന്റം? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയുമായിട്ട് കണക്ഷൻ ഉള്ളതാണ്. സെക്കൻഡ് ലോയിലേക്ക് എൻട്രി ചെയ്യാനാണ് അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ടോപ്പിക്കാണ് കോൺസെപ്റ്റ് ഓഫ് മൊമെന്റം.
എന്താണ് മൊമെന്റം? വാട്ട് ഇസ് മീൻ ബൈ മൊമെന്റം? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് മാസ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മൊമെന്റം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ. മൊമെന്റം എന്ന ടേം ഇതുവരെ കേൾക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ? മൊമെന്റം എന്ന ടേം മൊമെന്റം എന്ന ടേം കേൾക്കാത്തവര് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം. അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഞാൻ കേട്ടിട്ടില്ല സർ. ഇല്ല. നിങ്ങൾ വീട് എവിടെയായിരുന്നു? ചെർക്കള. ചെറുക്കള. സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കാസർഗോഡ്. കാസർഗോഡ്. ഓക്കെ. അപ്പോൾ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടേം ആണ്. ചിലപ്പോൾ മലയാളം ടേമുകളായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. മലയാളത്തിൽ ആക്കം എന്നാണ് പറയാം. മലയാളത്തിൽ ആക്കം എന്ന് 9th സെക്കൻഡോ തേർഡോ ചാപ്റ്ററിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊമെന്റം എന്ന് പറഞ്ഞാൽ സംഭവം സത്യത്തിൽ അതൊന്നും എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതിന് കുറച്ച് ടാസ്ക് ആണ്. പക്ഷെ അതിനെ മാത്തമാറ്റിക്കലി മാസ് വെലോസിറ്റി ഇത് രണ്ടും ഗുണിച്ചാൽ എന്താണോ കിട്ടുക ഇതിനാണ് മൊമെന്റം എന്ന് പറയുക. വലിയ സംഭവമൊന്നുമല്ല. മലയാളത്തിൽ ആക്കം എന്ന് പറഞ്ഞാലും എന്താന്ന് ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോ ചോദിച്ച ആളെ പേരെന്താന്ന് എനിക്കറിയില്ല. എന്തായാലും അവൾക്ക് ഒരു 50 കിലോഗ്രാം വെയിറ്റ് ഉണ്ട് വിചാരിച്ചോ. 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാളാണ് ഇപ്പൊ എന്നോട് ചോദിച്ചു വിചാരിച്ചോളെ. ആ കുട്ടി എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യാണ്, ഒരു 10 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങനെ ഓടി വരികയാണ്. അപ്പൊ അവൾക്കൊരു മൊമെന്റം ഉണ്ടാവും. എന്താ മൊമെന്റം? മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ആണ്. ഒരു വസ്തു 10 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ 10 × 50 അവൾ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടുന്നതെങ്കിൽ 10 × 50 500 അവളുടെ മൊമെന്റം എന്ന് പറയാം, ആക്കം എന്ന് പറയാം. ഒരു എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. വേറെ രൂപത്തിൽ കോൺസെപ്ച്വലി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ. കോൺസെപ്ച്വലി ഞാനൊന്ന് പറഞ്ഞു തരും എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എത്രേ ഉള്ളൂ. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെയും വെലോസിറ്റിയുടെയും ഗുണനഫലം എന്താണോ അതാണ് മൊമെന്റം. ക്ലിയർ ആണോ? വേറെ കോൺസെപ്ച്വലി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതാണ് ക്ലിയർ ചെയ്തിട്ട് കോൺസെപ്ച്വലി ടെക്സ്റ്റിൽ ഒന്നും ചിലപ്പോൾ അത് കാണൂല എന്താണ് മൊമെന്റം എന്നുള്ളത്. എന്താണ് മൊമെന്റം എന്നുള്ളത്? ജസ്റ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി എന്ന് എഴുതിയ മാർക്ക് കിട്ടും. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി എന്ന് എഴുതിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാലോ അല്ലേ? അപ്പൊ എന്താ മൊമെന്റം? പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പൊ ഒരു കാറ്, ആ കാറിന് 100 കിലോഗ്രാം വെയിറ്റ് ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. 100 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് 100 മീറ്റർ പെർ സെക്കൻഡിൽ ഓടുകയാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ്, വലിയ ബ്ലോക്ക് ഒന്നുമില്ല. അപ്പൊ 100 മീറ്റർ പെർ സെക്കൻഡിൽ 100 കിലോമീറ്റർ പെർ അവറിലാണ് കേട്ടോ നമ്മൾ പോവാറ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. 100 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു കാറ് 100 കിലോഗ്രാം മാസ് ആണെങ്കിൽ അതിന്റെ മൊമെന്റം എത്രയായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരണം എനിക്ക്. വെലോസിറ്റി എത്രയാണ്? സ്പീഡ് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. ആരോ മ്യൂട്ട് ആക്കിയിട്ടുണ്ടായി. ഓക്കെ. അൺമ്യൂട്ട്. അത് കുഴപ്പമില്ല. കൂടുതൽ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവും എന്നുള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി എനിക്ക്. വെലോസിറ്റി 100, മാസം 100. അപ്പൊ മൊമെന്റം എത്ര ആയിരിക്കും? 100 × 100 അല്ലേ? മാസ് 100, വെലോസിറ്റി 100. 100 × 100 10,000. ഓക്കെ, കറക്റ്റ് വന്നിട്ടുണ്ട്. ചാറ്റ് ബോക്സിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. 10,000 ആണ് മൊമെന്റ്. അത്രേ ഉള്ളൂ. മൊമെന്റ് എന്ന് പറഞ്ഞാൽ മാസും വെലോസിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണോ അതിനാണ് മാത്തമാറ്റിക്കലി മൊമെന്റം എന്ന് പറയുന്നത്. ഇനി മൊമെന്റം ക്ലിയർ ആണ്. ഇനി ഞാൻ എന്താണ് മൊമെന്റം എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ, നമുക്ക് കോൺസെപ്ച്വലി എന്താണ് ഈ സംഭവം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പൊ ഒരു കാറ് 100 മാസമുള്ള ഒരു കാറ് 100 മീറ്റർ പെർ സെക്കൻഡിൽ റൺ ചെയ്യുമ്പോൾ അതിന്റെ മൊമെന്റം 10,000 ആണ് എന്ന് പറഞ്ഞാൽ ആ വസ്തു വേറൊരു വസ്തുവിൽ ക്ലിയർ ആണല്ലോ അല്ലെ? സൗണ്ട് കേൾക്കുന്നെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഇടയിൽ സൗണ്ട് പോയി സർ. ഓക്കെ. കോൾ വന്നിരുന്നു. ഓക്കെ. അപ്പോ 10,000 ആണ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഒരു കാർ ഇങ്ങനെ വരുമ്പോ ആ കാറ് വേറൊരു സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ തട്ടിത്തെറിപ്പിക്കാനുള്ള ഒരു കഴിവില്ലേ ആ ഒബ്ജക്റ്റിന്? മാസും വെലോസിറ്റിയും ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് മറ്റൊരു വസ്തുവിനെ തട്ടിത്തെറിപ്പിക്കാനുള്ള കഴിവുണ്ടാവും. അതിനെയാണ് മൊമെന്റം എന്ന് കോൺസെപ്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാസും വെലോസിറ്റിയും ഉണ്ടെങ്കിൽ അതിന് മറ്റൊരു വസ്തുവിനെ തട്ടിത്തെറിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാവും. അപ്പൊ മൊമെന്റം ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊരു വസ്തുവിൽ ആഘാതം ഏൽപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
എന്താണ് സംഭവം? ഒരു ഒബ്ജക്റ്റിന് അപ്പൊ എന്നോട് സംശയം ചോദിച്ചവൾ എന്ത് ചെയ്യാണ്? നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടി വരികയാണ്. അതിന്റെ ഇടയിൽ ചെറിയൊരു കുട്ടി എന്റെ മുമ്പിലുള്ളത് കണ്ടില്ല എന്ന് വിചാരിച്ചോ, ആ കുട്ടീനെ തട്ടിത്തെറിപ്പിച്ച് പോകൂലേ? കാരണം എന്താ? അവൾക്ക് മൊമെന്റം ഉണ്ട്, അവൾ ഓടുന്നുണ്ട്, വെലോസിറ്റി ഉണ്ട്, മാസും ഉണ്ട്. വെലോസിറ്റിയും മാസും ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ ആരെങ്കിലും ഒക്കെ വന്നു നിന്നാൽ അയാൾ തട്ടിത്തെറിപ്പിച്ച് പോകും. അതിനുള്ളൊരു കഴിവുണ്ട്, വേറൊരു ഒബ്ജക്റ്റിന് ആഘാതം ഏൽപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് മൊമെന്റം കോൺസെപ്ച്വലി മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ എന്ന് തോന്നുന്നു? അല്ലെങ്കിൽ ഒന്നുകൂടി പറയണം? ജസ്റ്റ് ഒന്ന് പറയാം. മൊമെന്റം മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ? കോൺസെപ്റ്റ് ക്ലിയർ ആയി പോണം. അതിനാണ് ലൈവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ. ക്ലിയർ അല്ലേ? അപ്പോ എഴുതുമ്പോൾ ഒന്നും ചിലപ്പോൾ ഈ ഒരു വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചൊന്നും വരില്ല. കോൺസെപ്റ്റ് അതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുക്കാറില്ല. ചിലപ്പോൾ ചില ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ഇങ്ങനെ മറ്റൊരു വസ്തുവിനെ ആഘാതം ഏൽപ്പിക്കാനുള്ള കഴിവ് മലയാളത്തിലൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ടു ഇമ്പാക്ട് അനദർ ഒബ്ജക്ട് എന്നൊക്കെ പറയാറുണ്ട്, എക്സ്പ്ലനേഷനിൽ ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ എഴുതണം. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഇത് എഴുതിയിട്ട് പിന്നെ മറ്റതും കൂടി എഴുതിയാൽ ചിലപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇത് എഴുതാതെ മറ്റേത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. അതുകൊണ്ടാണ് മൊമെന്റം ഇറ്റ്സ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി എന്ന് തന്നെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. മൊമെന്റം എന്താണെന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. Aman weighs 60 kilogram, 60 kilogram, travels with velocity 1 meter per second towards Manoj, who weighs 40 kilogram and moves with 1.5 meter per second towards Aman. Calculate their momenta. രണ്ടുപേരുടെയും മൊമെന്റ കണ്ടുപിടിക്കാനാണ്. മൊമെന്റ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. മൊമെന്റം എന്നതാണ് രണ്ടുപേരാകുമ്പോൾ മൊമെന്റ എന്ന് എഴുതിയെന്ന് മാത്രം. അപ്പോ ഇവിടെ അമന്റെയും മനോജിന്റെയും മൊമെന്റം കണ്ടുപിടിക്കണം. എന്താണ്? മാസിന്റെ വെലോസിറ്റി അല്ലേ? 60 × 1 60 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തന്നെ വന്നു. മൊമെന്റം ഓഫ് മനോജിന്റേത് 60 തന്നെയാണ്. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ് ഓടിയത്. ഒരാൾ 40 കിലോഗ്രാമേ ഉള്ളൂ, പക്ഷെ ഓടിയത് എത്ര സ്പീഡിലാ? 1.5 മീറ്റർ പെർ സെക്കൻഡിലാ. 60 കിലോഗ്രാം ഉള്ള ഒരാള് 1 മീറ്റർ പെർ സെക്കൻഡിലും 40 കിലോഗ്രാം ഉള്ള ഒരാള് 1.5 മീറ്റർ പെർ സെക്കൻഡിൽ ഓടിയാലും രണ്ടാക്കും തട്ടിത്തെറിപ്പിക്കാൻ ഒരേ കഴിവായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഓടിയത്. അങ്ങനെ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ എഫക്റ്റ് ആണ് ഉണ്ടാവുക. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞാൽ സംഗതി മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഒബ്ജക്റ്റിന് തട്ടിത്തെറിപ്പിക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾ സ്പോർട്സിന് ഓടുമ്പോൾ മുന്നിൽ 100 മീറ്റർ ഒക്കെ നല്ല സ്പീഡിൽ ഓടി വരുമ്പോൾ മുന്നിൽ ഒരാൾ നിങ്ങളെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓനെയും കൊണ്ടാണ് പോകും, ഇല്ലേ? അങ്ങനെ അതെല്ലാം ഉണ്ടാവാറ്. തട്ടിത്തെറിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട്, അതാണ് മൊമെന്റം. അപ്പോൾ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് നമുക്കവിടെ പറയേണ്ടത്. അതാണ് മൊമെന്റത്തിന്റെ കോൺസെപ്റ്റ്. അതുമായിട്ട് പ്രോബ്ലംസ് വരുന്നത് മൊമെന്റത്തിന്റെ ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ വെക്ടർ ക്വാണ്ടിറ്റി, സ്കേലാർ ക്വാണ്ടിറ്റി എന്നുള്ള വൺ വേർഡുകൾ വരാം. സെക്കൻഡ് ലോയിലാണ് മാത്തമാറ്റിക്കലി കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ മോഷൻ സ്ട്രൈറ്റ് ലൈൻ, അത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആണ്, അതുകൊണ്ട് അതൊന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അതിൽ 3 ഇക്വേഷൻ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് അസൈൻമെന്റ് ആയതുകൊണ്ട് ആ ഭാഗം ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത സെക്കൻഡ് ലോയിൽ നിന്നാണ്. മാത്തമാറ്റിക്കലി വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക സെക്കൻഡ് ലോയിൽ നിന്നാണ് ഉണ്ടാവുക. അതുപോലെ മൊമെന്റത്തിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, മാസിന്റെ വെലോസിറ്റി വെച്ചിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാവുന്ന മറ്റൊന്നാണ് യൂണിറ്റുകൾ. അത് യൂണിറ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ ജസ്റ്റ് അറിയായിരിക്കും. ഇനി അതിന്റെ ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് എടുക്കുന്ന സമയത്ത് യൂണിറ്റ് ജസ്റ്റ് പറയുകയും ചെയ്യാം. അപ്പൊ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാത്തവരൊന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ നോക്കട്ടെ. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു? യൂണിറ്റുകൾ ചോദിക്കും വൺ വേർഡിലൊക്കെ. യൂണിറ്റുകൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എക്സ്പ്ലെയിൻ ചെയ്താൽ ആർക്കെങ്കിലും അറിയാവോ എന്ന് അറിയാനാണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഇതായിരുന്നു, mv. മാസിന്റെ വെലോസിറ്റി ആണ് ഇക്വേഷന്. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാല് മാസ് അതുപോലെ തന്നെ വെലോസിറ്റി. മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം അല്ലേ? മാസിന്റെ യൂണിറ്റ് നിങ്ങൾ പഞ്ചസാര 1 കിലോഗ്രാം 2 കിലോഗ്രാം എന്നല്ലേ പറയാറ് അല്ലെ? അപ്പൊ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പൊ കിലോഗ്രാം
പിന്നെ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെലോസിറ്റിയുടെ യൂണിറ്റ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കിലോമീറ്റർ ആണോ? മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ്. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാല് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? വെലോസിറ്റിയുടെ ഇക്വേഷന് ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ബോർഡ് അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞ മൊമെന്റ് എന്ന് പറഞ്ഞാല് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രോഡക്റ്റ് ആണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്താണോ അതിന്റെ യൂണിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തിന്റെ യൂണിറ്റ്? മൊമെന്റത്തിന്റെ യൂണിറ്റ്. ക്ലാസ് ഏതുവരെ പോവാം സാറേ? സാറേ ഇതിന്റെ നോട്ട്സ് അല്ലാണ്ട് തരില്ലേ? നമ്മള് ഇപ്പൊ എഴുതിയത് കൂടാണ്ട് തരത്തില്ലേ നോട്ട്സ്? റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. സൗണ്ട് കേൾക്കുന്നില്ല, വോളിയം കുറഞ്ഞിട്ട് കേൾക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ടൈം ഏതുവരെ പറഞ്ഞിരുന്നോ? 8:30 വരെ സാറിന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് കംഫർട്ട് സോൺ വരെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്കും സ്റ്റുഡന്റിനും കംഫർട്ട് ആവുന്നവരെ കണ്ടിന്യൂ ചെയ്യാം. നോ പ്രോബ്ലം. വൈറ്റ് ബോർഡിന്റെ ഇതിൽ നമ്മൾ പറഞ്ഞത് മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ നോക്കുക. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് മാസ് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ എഴുതിയിട്ടുള്ളത് kg/(-1) ആണ്. ഇങ്ങനെയൊന്നും ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത റെപ്രസെന്റേഷൻ ഒന്നും അല്ലല്ലോ ഇത്. ഇങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുക കേട്ടോ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മൊമെന്റത്തിന്റെ യൂണിറ്റും കൂടി എഴുതുമ്പോഴേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അര മാർക്ക് തരുള്ളൂ. കിലോഗ്രാം 60 എന്ന് ഇവിടെ എഴുതിയപ്പോ kg/(-1). ഈ s⁻⁻1 എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെയാണ് എഴുതുക എന്ന് ഇതുവരെ കേട്ടിട്ടില്ല എന്നവരൊക്കെ ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ മൊമെന്റത്തിന്റെ യൂണിറ്റ് ഒരു ടേമേ പഠിച്ചിട്ടുള്ളൂ, മൊമെന്റം. അതുപോലെ തന്നെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? അത് നമ്മൾ സെക്കൻഡ് ലോയിൽ പഠിക്കും കേട്ടോ. സെക്കൻഡ് ലോയിലേക്ക് കിടക്കുകയാണ്. ജസ്റ്റ് സെക്കൻഡ് ലോയും കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ലോയുടെ ഡെഫിനേഷനും കൂടി സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മൊമെന്റം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? അപ്പോ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച്
of momentum of a body is directly proportional to the net force acting on it. സെക്കൻഡ് ലോ നമ്മള് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും ചിലപ്പോൾ ബുദ്ധി സാറ്. നമുക്ക് ഫസ്റ്റ് ലോയുടെ കണ്ടിന്യൂഷൻ ആണ് സെക്കൻഡ് ലോ. അതായത് മൊമെന്റം എത്രത്തോളം ഉണ്ടോ അതിന് സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പൊ നമ്മളെ ഇന്ന് ഫസ്റ്റ് ലോയിൽ വൈൻഡപ്പ് ചെയ്യാം. സെക്കൻഡ് ലോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. കോൺസെപ്റ്റിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ളതുകൊണ്ട് സെക്കൻഡ് ലോ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ലോ ഇപ്പൊ നമ്മൾ ഞാൻ അടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാണ്. ഫസ്റ്റ് ലോ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇനേർഷ്യ എന്ന് പറഞ്ഞു. ഇനേർഷ്യ എന്താണെന്ന് പറഞ്ഞു. ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ബൈ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഡയറക്ഷന് പ്രാധാന്യമുള്ള എക്സാമ്പിൾസുകൾ ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമ്പിൾസ് എഴുതാൻ പറയാം. പിന്നെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് പറഞ്ഞു, ഇനേർഷ്യ ഓഫ് റൊട്ടേഷൻ പറഞ്ഞു. അതിനുശേഷം ഫോഴ്സ് എന്താണ്, സിംപ്ലി പുഷ് ഓർ പുള്ളാണ്. ആ ഫോഴ്സ് കൊണ്ട് നമുക്കൊരു ഒബ്ജക്റ്റിന് ഷേപ്പ് മാറ്റാം, അല്ലെങ്കിൽ പൊസിഷൻ മാറ്റാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന റിസൾട്ടുകളാണ്. പിന്നെ ഫസ്റ്റ് ലോ പറഞ്ഞു, ഫസ്റ്റ് ലോയുടെ ഡെഫിനിഷൻ പറഞ്ഞു. ഫസ്റ്റ് ലോയുടെ ഡെഫിനിഷൻ പറഞ്ഞു. ക്ലിയർ ആവണില്ല സാറിന്റെ മൈക്കിന്റെ കുറെ അകലത്തുനിന്ന് സംസാരിക്കണ പോലെ. ഓക്കെ ഇതിപ്പോ റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഫസ്റ്റ് ലോയിൽ നമ്മൾ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റ് അതിന്റെ അതേ അവസ്ഥയിൽ തുടരുന്നു ഏതുവരെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെയാണ് ആ ഒബ്ജക്റ്റ് അതിന്റെ അവസ്ഥയിൽ തുടരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലോയിൽ. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷനിലാണ് മൊമെന്റം വന്നത്, പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അതിന്റെ ആ ഒരു ഡെഫിനിഷൻ, ഫസ്റ്റ് ലോയുടെയും ഇനേർഷ്യയുടെയും ഡെഫിനിഷൻസും മൊമെന്റത്തിന്റെ ഇക്വേഷനും അതിന്റെ ഒരു ക്വസ്റ്റ്യനും, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കും കേട്ടോ. ഓക്കെ സർ, ഇനേഷ്യ 3 ടൈപ്പ് ഉണ്ട് പറഞ്ഞിട്ട്. അത് 3 ടൈപ്പായിട്ട് എഴുതണം എന്നൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കാറ് ബെൻഡ് ചെയ്യുന്നതിന്റെ ആ ഒരു എക്സാമ്പിൾസ് ആലോചിക്കാം. ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രേക്ക് പിടിക്കുന്നത് ഓർക്കാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന കാറ് പെട്ടെന്ന് എടുത്തു, അപ്പൊ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്, നമ്മൾ ബാക്കിലേക്ക് വീണു. ഇതാണ് 3 ടൈപ്പ്. 3 എക്സാമ്പിൾസ് വെച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. ടൈപ്പ് ആയിട്ടൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ ടൈപ്പ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഇത് 3 പറയേണ്ടത് എന്ന് അറിഞ്ഞാൽ മതി. കൂടുതൽ വേറെ ഡെഫിനിഷൻസിനൊന്നും ആവശ്യമില്ല, ആ ഒരു എക്സാമ്പിൾസിലൂടെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരിക്കുന്നതിന് റെസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ്. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനബിലിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ദി സ്റ്റേറ്റ് ഓഫ് ഡയറക്ഷൻ ബൈ ഇറ്റ്സെൽഫ് എന്ന് പറയാം. ആ ഒരു ഓറിട്ട് എഴുതുന്നതിന് വേറെ വേറെ പറഞ്ഞു എന്ന് മാത്രം, എല്ലാം ഒന്ന് തന്നെയാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നെടുത്തതിൽ? ന്യൂട്ടന്റെ ഫസ്റ്റ് ഓഫ് മോഷൻ ഇനർഷ്യനായിട്ട് കണക്ട് ആണോ? അതെ. ഇനേർഷ്യ എന്താ പറഞ്ഞത്, സ്വന്തമായിട്ടൊരു ഒബ്ജക്റ്റിന് അനങ്ങാൻ കഴിവില്ല, അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്ന എക്സാമ്പിൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് സ്വന്തമായിട്ട് മാറൂല എന്നാണ് ആര് പറഞ്ഞത്? ഇനേർഷ്യ പറഞ്ഞത്. ഫസ്റ്റ് ലോ പറഞ്ഞത് അതിനെ വേറെ ആരെങ്കിലും വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ അത് അതിൽ തുടരുന്നു എന്നും പറഞ്ഞു. രണ്ടും തന്നെയല്ലേ? ഡെഫിനിഷൻ പറയുമ്പോൾ രണ്ടായിട്ട് തന്നെ പറയണം, പക്ഷെ കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണ് രണ്ടും. ഇനേർഷ്യ പറഞ്ഞത് റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് അതിന്റെ പൊസിഷൻ മാറാനുള്ള കഴിവില്ല, അപ്പൊ അതവിടെ ഇരിക്കും. ഫസ്റ്റ് ലോ പറഞ്ഞത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താല് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും, അതുവരെ ഉണ്ടാവും എന്ന് പറഞ്ഞു. രണ്ടും തന്നെയാണ്, കോൺസെപ്ച്വലി ഒന്നാണ്, അത് കണക്റ്റഡ് ആണ്. പക്ഷെ രണ്ടും രണ്ട് രീതിയിൽ ന്യൂട്ടൺ സ്റ്റേറ്റ് ചെയ്തത്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ചോദിച്ചാൽ മാർക്ക് കിട്ടൂലേ. ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്താ ചോദിച്ചാൽ ന്യൂട്ടൺ പറഞ്ഞ അതേപോലെ ആ ഒരു ഡെഫിനിഷൻ പറഞ്ഞു കൊടുത്താലേ മാർക്ക് കിട്ടുള്ളൂ. ഇനേർഷ്യ എന്ന് പറയുന്നത് മറ്റൊരു ടേം ആണ്, ആ ടേം അവിടെ കൊണ്ടുവന്നു എന്ന് മാത്രം. വേറെന്തെങ്കിലും ഡൗട്ട്സ്? യൂണിറ്റ്സിനകത്തിലെ അത് മനസ്സിലായില്ല. മാസ് വെലോസിറ്റി, മാസ് ഇൻറ്റു വെലോസിറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞോ, മനസ്സിലായില്ല. അത് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് അറിയോ? ഇല്ല. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. അത് റെക്കോർഡിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ.
ആ ശരി. ബോഡി